Good morning, everybody. സോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ നമ്പർ 2, അധ്യായം 2 ചാപ്റ്ററിന്റെ പേര് ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ഇമ്പൾസ്, ആവേഗം, ആക്സിലറേഷൻ, ത്വരണം, വെലോസിറ്റി, പ്രവേഗം, മൊമെന്റം, ആക്കം, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, പക്കാ ഡീറ്റെയിൽ അല്ലെങ്കിലും നിങ്ങളുടെ ലെവലിന്, നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് ഇല്ലോല് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. ഇല്ലാത്തവർ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള PDF നോക്കാം. എല്ലാ ചാപ്റ്ററും തുടങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ്രവബലങ്ങൾ, ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഈ ചാപ്റ്ററും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കാർട്ടൂൺ വെച്ചിട്ടാണ്. ഒരു കാർട്ടൂണിൽ 2 കുട്ടികളാണുള്ളത്. 2 കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണ്. അവരെങ്ങാണ്ടോ ഏതൊരു പറമ്പിലോ അങ്ങനെ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ പറമ്പിൽ ഒരു തെങ്ങുണ്ട്. ഒരൊറ്റ തെങ്ങേ കാണുന്നുള്ളൂ. സാധാരണ ഒരൊറ്റ തെങ്ങുള്ള പറമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്കുണ്ട് പറമ്പൊക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനൊക്കെ പറമ്പുകളൊക്കെ ഉണ്ടാകും, കൃഷിയിടങ്ങളൊക്കെ. ഒരൊറ്റ തെങ്ങുള്ള പറമ്പൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. പിന്നെ കാർട്ടൂൺ അല്ലേ, പോട്ടെ. അപ്പോ രണ്ടാൾക്കാര് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോ ഈ പെൺകുട്ടിക്ക് ഒരു സംശയം. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് ഗേൾസിന് സംശയം കൂടുതലായിരിക്കും. ആൺകുട്ടികളായിട്ടുള്ള നമ്മളാണ് അതിനുള്ള ഉത്തരങ്ങളും മറ്റൊക്കെ നൽകാറ്. അത് കാർട്ടൂൺ ഉണ്ടാക്കിയവനും അറിയാം, അതുകൊണ്ടാണ് മൂപ്പർ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ ഈ പെൺകുട്ടി ആൺകുട്ടിനോടൊരു സംശയം ചോദിക്കുകയാണ്. ഈ തെങ്ങിന് നല്ല ഉയരം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ തെങ്ങിന്റെ ഉയരം കണ്ടുപിടിക്കുക? സ്വാഭാവികമായിട്ടും പെൺകുട്ടി ചോദിച്ചതിൽ കാര്യമുണ്ട്. കാരണം മീറ്റർ ടേപ്പ് എടുത്തിട്ട് കയറി അളക്കാൻ പറ്റൂലല്ലോ. ഇത് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ പെൺകുട്ടിക്ക് തെങ്ങിന്റെ ഇത് അളക്കുകയും വേണം, ഉയരം അളക്കുകയും വേണം, ഉയരം അറിയുകയും വേണം. പക്ഷെ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടേപ്പ് വെച്ച് അളന്നിട്ട് അല്ലെങ്കിൽ ഒരു മീറ്റർ സ്കെയിൽ വെച്ച് അളക്കുന്നത് പോസിബിൾ ആണോ വെച്ചാൽ ആണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണല്ലോ. പക്ഷെ ഒരു നോർമൽ കേസിൽ നമുക്കതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പറയാണ്, സിമ്പിൾ ആണ്. തെങ്ങുമ്മലുള്ള തേങ്ങ, കാർട്ടൂണിലെ ഒരു തേങ്ങ നിലത്തേക്ക് വീഴുന്ന ഒരു ചിത്രമാണ് കാർട്ടൂണിൽ കൊടുത്തിട്ടുള്ളത്. തെങ്ങുമ്മലുള്ള തേങ്ങ അവിടുന്ന് ഞെട്ടറ്റ് വീണാല്, അല്ലെങ്കിൽ തെങ്ങ് കയറുന്ന ആരെങ്കിലും ഒരാൾ വെട്ടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ടിട്ട എന്ത് കുന്ത്രാണ്ടായിക്കോട്ടെ താഴേക്ക് ഇങ്ങോട്ട് വീണാല്, മുകളിൽ നിന്ന് അത് താഴേക്ക്, തേങ്ങന്റെ മണ്ടേന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുന്ന സമയം മുതൽ താഴേക്ക് എത്തുന്ന സമയം വരെ, അതായത് അവിടുന്ന് മോളീന്ന് കോക്കനട്ട് കൊലയിന്ന് തെങ്ങിന്റെ മണ്ടേന്ന് വീഴാൻ തുടങ്ങി താഴേക്ക് എത്താൻ എത്ര സമയം അല്ലെങ്കിൽ എത്ര സെക്കൻഡ്, എത്ര ടൈം വേണം എന്ന് അറിയാൻ കഴിഞ്ഞാൽ അതിന്റെ ഉയരം ഞാൻ പറഞ്ഞു തരാമെന്ന് ആൺകുട്ടി പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കാൻ? ആ ഒരു ചോദ്യത്തിന്, ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു സംശയത്തിന് ഈ ഒരു കാർട്ടൂൺ വിശദീകരിച്ചപ്പോ പലർക്കും ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും. അപ്പോ എങ്ങനെയായിരിക്കും എത്ര സമയം കൊണ്ടാണ് ആ തേങ്ങ വീണത്, ആ കോക്കനട്ട് കൊലയിന്ന് തെങ്ങിന്റെ മണ്ടം വന്ന് ആ തേങ്ങ അടിക്കെത്തിയത് എന്നുള്ള, എത്ര സമയം കൊണ്ട് കിട്ടി എന്നുള്ള ആ ഒരു കാര്യം അറിഞ്ഞാൽ, ആ ഒരു സത്യം അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് തെങ്ങിന് ഉയരം അളക്കുക എന്നുള്ള
ആ ഒരു കുട്ടിയുടെ സംശയത്തിനാണ് ചാപ്റ്ററിന്റെ തുടക്ക ഭാഗത്ത് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം. ആ കാർട്ടൂണിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴത്ത് ചെറിയൊരു പട്ടികയുണ്ട്. ആ പട്ടികയിലുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ജസ്റ്റ് കാണാതെ പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്. ഞാൻ എൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ ഫാക്ട്സ് ആണ്. അതിൽ അങ്ങട്ടുമില്ല ഇങ്ങട്ടുമില്ല. 1+1=2 അതിന്റെ കഥ ഞാൻ പറഞ്ഞത് ഓർമ്മയല്ലേ? അതേപോലെ യൂണിവേഴ്സൽ ഫാക്ട്സ് ആണ്. നേരെ കേൾക്കുക, അതേപോലെ വിഴുങ്ങുക. അതിൽ ലോജിക്കൊന്നും നോക്കാൻ നിൽക്കരുത്. അപ്പോ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ട് ഒരു വസ്തു നിർബാധം താഴേക്ക് പതിക്കുകയാണെങ്കിൽ, ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്, ഇഫ് എ ബോഡി ഈസ് ഫാൾസ് ഫ്രീലി ടു ദ ഗ്രൗണ്ട്. അല്ലടാ മക്കളെ, തേങ്ങന്റെ മണ്ടേമെന്നൊരു തേങ്ങ വീണാല്, ഞെട്ടറ്റ് വീണാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറിച്ചിട്ടാല് മുപ്പത്തിയാറ് ഇങ്ങോട്ട് അടിക്ക് എത്താൻ കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലല്ലടാ. അപ്പൊ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായി ഏതെങ്കിലും ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ വേറെ ഒരു ബലവും ആ ഒരു ബോഡിമേ, ആ ഒരു വസ്തുവിമേലില്ല. ഭൂഗുരുത്വാകർഷണ ബലം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ മാത്രം എഫക്റ്റില് മുകളിൽ നിന്ന് ഒരു വസ്തു താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ ഫാൾ അല്ലെങ്കിൽ നിർബാധം താഴേക്ക് പതിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീ ഫാൾ, നിർബാധം താഴേക്ക് പതിക്കുക എന്നുള്ളതിൽ സംശയമില്ലല്ലോ. കുറച്ചുകൂടി ഫ്രീ ഫാളിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലെവലിന് ഇത്ര മതി. ഓക്കെ. അപ്പോ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് നിർബാധം പതിക്കുകയാണെങ്കിൽ, ഇഫ് എ ബോഡി ഈസ് ഫാളിംഗ് ഫ്രീലി ഫ്രം ദ അപ്സൈഡ് ടു ദ ഡൗൺ സൈഡ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സെക്കൻഡിൽ അതിന്റെ വേഗത 10 മീറ്റർ/സെക്കൻഡും രണ്ടാമത്തെ സെക്കൻഡിൽ അതിന്റെ വേഗത 20 മീറ്റർ/സെക്കൻഡും മൂന്നാമത്തെ സെക്കൻഡിൽ അതിന്റെ വേഗത 30 മീറ്റർ/സെക്കൻഡും പോകും. പറഞ്ഞാൽ തീരൂലല്ലോ. നാലാമത്തെ സെക്കൻഡിൽ 40, അഞ്ചാമത്തെ സെക്കൻഡിൽ 50, ആറാമത്തെ സെക്കൻഡിൽ 60, അങ്ങനെ ഇങ്ങ് പോകും. അപ്പോ its velocity at the first second will be 10 meter/second, and at the second second will be it will be 20 meter/second. At the third second will be 30 meter/second. 1-ൽ 10, 2-ൽ 20, 3-ൽ 30, അങ്ങനെ എത്ര സെക്കൻഡ് എടുക്കുന്നോ അതിനനുസരിച്ച് അത് മാറും. മക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഒന്നാമത്തെ സെക്കൻഡിൽ 10 ആയിരിക്കും, രണ്ടാമത്തെ സെക്കൻഡിൽ 20 ആയിരിക്കും. അവിടെ ഒരു 10ന്റെ ഒരു കൂടുതൽ വന്നില്ലടാ. മൂന്നാമത്തെ സെക്കൻഡിൽ 30 ആയിരിക്കും, അവിടെ വീണ്ടും ഒരു 10ന്റെ കാര്യം വന്നില്ലടാ. അപ്പോ ഒരു പോയിന്റ് കൂടി നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി വെച്ച് പറയുകയാണെങ്കിൽ, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് നിർബാധം പതിക്കുകയാണെങ്കിൽ ഓരോ സെക്കൻഡിലും ആ വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ വ്യത്യാസം എന്താ മക്കളെ? പ്രവേഗ വ്യത്യാസം അവസാനമുണ്ടായിരുന്ന പ്രവേഗം മൈനസ് ആദ്യമുണ്ടായിരുന്ന പ്രവേഗം. ആ പ്രവേഗ വ്യത്യാസം 10 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. മക്കളെ, ഒന്നാമത്തെ സെക്കൻഡും നമ്മളിതിൽ 0ാമത്തെ സെക്കൻഡില് 0 മീറ്റർ/സെക്കൻഡ് ആണ് അതിന്റെ വെലോസിറ്റി. അത് നമ്മൾ എടുത്തിട്ടില്ല. കാരണം 0ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആ വസ്തു തെങ്ങിന്റെ മണ്ടേന്ന് അത് വീണിട്ടില്ല. അത് ആ തേങ്ങാക്കൊലമ കോക്കനട്ട് കൊലമ അങ്ങ് നിൽക്കുകയാണ്. അതാണ് നമ്മൾ 0ാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നത്. അവിടെ 0 മീറ്റർ/സെക്കൻഡ് കാരണം. അപ്പൊ ഈ 0ാമത്തെ സെക്കൻഡും ഒന്നാമത്തെ സെക്കൻഡില് 10 മീറ്റർ/സെക്കൻഡ് അല്ലടാ. 0, 1 കൺസിഡർ ചെയ്യുമ്പം അന്ത്യപ്രവേഗം, അവസാനത്തെ പ്രവേഗം, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 1ാമത്തെ സെക്കൻഡിൽ ഉള്ളതല്ലടാ. അത് 10 മീറ്റർ/സെക്കൻഡ് അല്ലേ.
0ാമത്തെ സെക്കൻഡ് അല്ലേ ഈ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യത്തെ പ്രവേഗം. അവിടെ 0 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. സോ പ്രവേഗ വ്യത്യാസം, വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമല്ലടാ, അത് 10 അല്ലടാ, 10 - 0 10. ഇനി 1ാമത്തെ സെക്കൻഡും 2ാമത്തെ സെക്കൻഡും കമ്പയർ ചെയ്യുകയാണെങ്കിലോ 20 - 10 20. 2ാമത്തെ സെക്കൻഡും 20 - 10 10. 2ാമത്തെ സെക്കൻഡും 3ാമത്തെ സെക്കൻഡും തമ്മിൽ ഇതാക്കുകയാണെങ്കിലോ 30 - 20 10. പ്രവേഗ വ്യത്യാസം 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. യഥാർത്ഥത്തിൽ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 9.81. പക്ഷെ ഈ 9.8 നോക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോഴും മറ്റൊക്കെ ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് നിങ്ങളോട് അത് അസ്യൂം ചെയ്തിട്ടുള്ള സങ്കല്പിച്ചിട്ട് ഒന്നൊന്ന് റൗണ്ട് ചെയ്തിട്ട് 10 ആക്കി എടുക്കാനാണ് പറയാം. നിങ്ങൾ +1 +2 സയൻസിന് പോയിട്ട് അവിടെ നിങ്ങൾ ഫിസിക്സിൽ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ നിങ്ങളോട് അത് 9.8 എടുക്കാൻ പറയും. കാരണം +1 +2 എക്സാമിനും മറ്റുമൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. സോ അവിടെ നിങ്ങൾ 9.8 എടുക്കേണ്ടി വരും. സോ ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടെ 9.8 എടുക്കേണ്ട, 10 എന്ന് എടുത്താൽ മതി. ഓക്കെ. സോ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് ഒന്നുകൂടി പറയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് നിർബാധം പതിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ 1ാമത്തെ സെക്കൻഡിലെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡും 2ാമത്തെ സെക്കൻഡിലെ വേഗത 20 മീറ്റർ പെർ സെക്കൻഡും 3ാമത്തെ സെക്കൻഡിലെ വേഗത 30 മീറ്റർ പെർ സെക്കൻഡും ആയിരിക്കും. ഇഫ് എ ബോഡി ഈസ് ഫാളിംഗ് ഫ്രീലി ഫ്രം an upside to the downside under the action of the gravitational force of the earth, then the velocity of that body at the first second will be 10 meter per second, and that of the second second will be 20 meter per second, and that of the third second will be 30 meter per second. ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാനുള്ളത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണമുള്ള ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് നിർബന്ധം പതിക്കുകയാണെങ്കിൽ ആ വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ വർധനവ്, ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ വർധനവ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ if a body is falling freely under the action of the gravity from the upside to the downside, the velocity change that happens in every second will be 10 meter per second. കൺസെപ്റ്റ് കത്തി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് അടിക്കാനും മാത്രം ഒന്നും ഇതിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് 2 പോയിന്റേ ഉള്ളൂ. ഓക്കെ. സോ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.